എത്രയുണ്ട്? ഷെമി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ്. നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം വന്ന് സോറി പറയൽ ആരാണ്? നിങ്ങളുടെ വീട് ഷെഫി വാങ്ങിയതാണോ? ബേബി പ്ലാനിങ് ഉണ്ടോന്നല്ലേ? മിത്താന്റെ മക്കളെ കുറിച്ച് പറയുമോ? വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഏതായാലും ഒരു Q&A ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാണ്. ഇപ്പൊ കുറെ ആയല്ലോ നമ്മൾ Q&A ചെയ്തിട്ട്. അപ്പോൾ പുതുതായിട്ട് ഒരുപാട് വ്യൂവേഴ്സ് വന്നിക്കണം. അപ്പോൾ ഓലൊക്കെ ഒരുപാട് ഒരു Q&A ചെയ്യുക പുതുതായിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് ഏതായാലും ഗൈസ് ഇന്ന് നമ്മൾ ഏതായാലും ഒരു Q&A ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പം മുബാസ് ചോദ്യം ഇങ്ങനെ വായിക്കും, നമ്മളിങ്ങനെ ആൻസർ പറയും. നമ്മൾ സാധാ ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് എന്താ പറയാ, ഗുളിക കുടിച്ചിട്ട് നല്ലൊരു ലെവലില്ല. നിങ്ങൾക്കറിയാലോ, ഇന്നലെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഷെമിക്ക് എന്താ മൂത്രത്ത് കല്ല് സ്റ്റോണ്. അപ്പൊ അവൻ എന്നോട് 10 വർഷത്തിന്റെ മുകളിലായി ഉണ്ടാവും ഈ വേദന. ഇങ്ങനെ അപ്പൊ സ്റ്റോണ് വലുതാകുന്നില്ല, ഇങ്ങനെ നീങ്ങി കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി കളിക്കാം. വേദനയൊക്കെ വരുമ്പോ ഒന്ന് സ്കാൻ ചെയ്യൂ. അപ്പൊ വലുതായില്ല, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ നിക്കാണ്. അപ്പൊ ഗുളിക കുടിച്ചിട്ട് ഇങ്ങനെ കണ്ണ് പൊടി പോവുക, ഉറങ്ങിക്കോ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒന്നാമത് എന്താ പറയാ, എനിക്കും അതുപോലെ തന്നെ ഇന്നലെ ആരൊക്കെ KMCT കണ്ടിക്കണല്ലോ, രണ്ടാക്കും ഒന്നിച്ച് അസുഖം ക്വിസ്. അസുഖം എന്ന് പറഞ്ഞാല് അങ്ങ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ സൗണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, സംസാരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഇന്ന് കുറച്ച് സൗണ്ട് വോളിയം കുറച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ചെറിയ എന്താ പറയാ, ഇവിടെ ചെസ്റ്റ് പെയിന്, പിന്നെ അതുപോലെ തന്നെ ഫുൾ കഫ്കട്ട് കൂടിയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പൊ ഏതായാലും കാണിച്ച് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറച്ച് ഒന്ന് സ്ട്രെങ്ത് എടുക്കാതെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ അതിനെ കൊണ്ട് ഞാൻ മാക്സിമം, പക്ഷെ ഞാൻ എടുക്ക് മാറി പോകുമ്പോ ഗിയർ ഞാനായിട്ട് മാറ്റും. അതാ പിന്നെ ഒന്ന് തോണ്ടിയാ വേണ്ടിട്ടോ. ഓക്കെ, അപ്പൊ ഗീസ് അതാണ്. പിന്നെ വെള്ളം കുടിക്കലുണ്ട്. വെള്ളം കുടിക്കാത്തത് കൊണ്ടല്ല ഇത് കല്ല് വരുന്നത്, സ്റ്റോണ് വരുന്നത്. വെള്ളം കുടിച്ചാലും കുടിച്ചില്ലെങ്കിൽ സ്റ്റോണുള്ള ആൾക്കാർക്ക് വരും. പിന്നെ ഒരു എന്താ പറയാ, ഒരു കാര്യം വെള്ളം കുടിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. ഒരു എന്താ പറയാ, സ്റ്റോൺ ഉണ്ടെങ്കിലും കുടിക്കണം. പിന്നെ വെള്ളം കുടിക്കുന്ന അത്രക്ക് ഞാൻ വേർത്തൊലിച്ച് പോലുണ്ട്. പിന്നെ ഈ ചൂടത്ത് ആരും തണുത്ത വെള്ളം കുടിക്കരുത് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളാണ് തണുത്ത വെള്ളം. ഞാൻ തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് ഇപ്പൊ അടുത്ത് തണുത്ത വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും ടാങ്കത്തെ വെള്ളം ചൂടുള്ളതായിട്ട് അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി തണുത്ത വെള്ളം ആക്കലായിരുന്നു. അല്ല, അത്രയും ചൂടാണല്ലോ ടാങ്കത്തെ വെള്ളമൊക്കെ എപ്പോഴും ചൂടുള്ള വെള്ളമാണല്ലോ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കുടിച്ചതായിരുന്നു. അപ്പൊ ഇനി ആരും വെള്ളം അങ്ങനെ കുടിക്കേണ്ട, അത് ഭയങ്കര സീനാണ്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പറ്റൂല, ജീവിക്കാൻ പോലും പറ്റൂല, ചിലപ്പോൾ ജീവൻ പോലും ഉണ്ടാവില്ല, എന്തോ രക്തക്കോയിലൊക്കെ പൊട്ടിപ്പോകും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിരിക്കണം. ഏതായാലും തണുത്ത വെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് Q&A പോവല്ലേ? ചോദ്യം നമ്പർ സ്റ്റാർട്ട് ചെയ്ത മുബാസേ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം, യൂട്യൂബ് വരുമാനം എവ്വളോ ഇருக்கு? எப்படி இருக்கு? എവ്വളോ ഇருக்கு? മലയാളത്തിൽ ചോദിക്കും, കാരണം തമിഴ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. എത്രയുണ്ട്? ഓക്കെ, അപ്പം യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബില് വരുമാനം വ്യൂവേഴ്സിനനുസരിച്ചാണ് ഇൻകം വരിക. വ്യൂവേഴ്സും നമ്മൾ വീഡിയോ ഇടുന്നതിന്റെ ലെങ്ത്തും അനുസരിച്ചിട്ടാണ് യൂട്യൂബിന്റെ ഇൻകം വരിക. അപ്പോൾ ഓരോ മാസം ഡിഫറെന്റ് ആയിട്ടുള്ള, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഓരോ മാസവും ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻകാണ്. നമ്മള് ജോബ് ചെയ്താലല്ലേ നമുക്ക് ശമ്പളം കിട്ടും. കറക്റ്റ് ഇല്ല. ചിലപ്പോ 60 ഉണ്ടാവും, 60, 80 അതിന്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാവല്. ഫസ്റ്റ് 1-2 മാസം 1 lakh എബോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കൂടുതലും നമുക്ക് ഒരു 60, 70, 80 ആ റേഞ്ചാണ് ഉണ്ടാവുക. അപ്പോൾ ആ ലെവലിലാണ് ഉണ്ടാവുക. പിന്നെ കുറച്ച് ആൾക്കാരെ പോറ്റണുണ്ടല്ലോ, അപ്പം നല്ല എക്സ്പെൻസീവ് ആണ്. അങ്ങനെ പോണ് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോറ്റണ ഇങ്ങോട്ട് കൈകൊണ്ട് എന്തിനാ? അല്ല, അത് എല്ലാവരും ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അല്ല, അങ്ങനല്ല, വേറായിട്ട് വരും, ഇതങ്ങനെ വരും.
അപ്പം കുഴപ്പമില്ലാത്തൊരു ഇൻകം ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇതാണ് എല്ലാവർക്കും കൊടുക്കണ്ടേ, കൊട്ടുന്നതിനനുസരിച്ച് ചെലവ് കൂടും. അപ്പോൾ എന്താ പറയുക, ക്യാമറ അത് ഇതൊക്കെ ആയിട്ട് എക്സ്പെൻസ് ആണ്, അത്ര തന്നെ. ഓക്കെ, അടുത്തത് എന്താ? അടുത്തത് ഷോർട്സ് എടുക്കണ റീലൊക്കെ എടുക്കണത് ആരെ ബുദ്ധിയിൽ നിന്ന് വരുന്ന കണ്ടന്റ് ആണെന്ന്. ഷോർട്സ് വീഡിയോ അല്ലേ? ഷോർട്സ് കണ്ടന്റ് ആരെ ബുദ്ധിന്നാ വരുന്നത് എന്നല്ലേ? അത് പിന്നെ എന്റെ തന്നെ ആയിരിക്കും കൂടുതലും. വീഡിയോ ഷോർട്ട് എന്നല്ല, വ്ലോഗ് ആയാലും ഷോർട്ട് ആയാലും ഒക്കെ ചന്ദ്രനില് കാല ആര് കുത്തി എന്നുള്ളത് ആരും ഫസ്റ്റ് പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ടീം വർക്കായിട്ട്, മുബാസും ഉണ്ടാവലുണ്ട്, ടീം വർക്കായിട്ടാണ് നമ്മളെല്ലാം ചെയ്യല്. പിന്നെ 2-3 ഷോർട്സ് ഒക്കെ എന്റെ അനുഭവം ഉണ്ടാക്കിന. ആ കറണ്ട് ബില്ലിന്റെ അതില്ലേ, അത് പിന്നെ വീട്ടില് ഗസ്റ്റ് വന്നാല് ആ ബേക്കറി വാങ്ങിക്കണത്, പിന്നെ ആരോ പുറത്ത് വന്ന് ബെല്ലടിച്ചാണ്ട്, അതൊക്കെ എന്റെ അനുഭവമാണ്. അതാണ്. പിന്നെ ഞാൻ ഷോർട്സ് മാക്സിമം ഫിലിം ആ ടൈപ്പ് ഷോർട്ടാണ് ഞാൻ ചെയ്യല്. ആ ഒരു ഇൻട്രസ്റ്റ് ആണ്, അല്ലാണ്ട് സാധാരണ ഒരു നാടൻ ലെവൽ അങ്ങനല്ല അല്ലേ ഷിമേ? ഓക്കെ, അപ്പൊ അതാണ് ഷോർട്ട്. എല്ലാ വീഡിയോ എല്ലാവരെയും കൂടി ഇതിലാണ്, എന്നാലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ബേബി പ്ലാനിങ്. ഓ, ബേബി പ്ലാനിങ് ഉണ്ടോന്നല്ലേ ത്രൂ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്. ബേബി പ്ലാനിങ് ഉണ്ടോന്ന്. എന്താ ഷെമിയ, ബേബി പ്ലാനിങ് ഉണ്ടോ നമുക്ക്? തോണ്ടല്ല, ഇവിടെ കൈ വേക്കിൽ വെച്ച് ഇങ്ങനെ തോണ്ടുക, ഇത് പറയും ബേബി പ്ലാനിങ് ഉണ്ടോ? അയച്ചു പറയുന്നത് നാനമന്നു. ഞാൻ വിചാരിക്കുന്നത് വേണ്ടെന്നാണ്, ഷെഫി വിചാരിക്കുന്നത് വേണമെന്നുമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആശുവിനൊരു കൂട്ടാരെങ്കിലും ഒന്ന് വേണ്ടേ? ഇപ്പൊ എനിക്കിന്റെ അനിയനുണ്ട്, അനിയത്തിണ്ട്, അപ്പൊ അതുപോലെ ഷെമിന്റെ താത്തണ്ട്, അങ്ങനൊക്കെ ഇല്ലേ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പറയാനും ബാക്കിയുള്ള കാര്യം. ഫ്രണ്ട്സൊക്കെ ശരിയാണ്, ഫ്രണ്ട്സിനോട് നമുക്ക് എന്തും പറയാം. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് നമ്മളെ അനിയന്മാരോടും പെങ്ങന്മാരോടൊക്കെ പറയാൻ പറ്റും അല്ലേ? അത് കുറെ ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആശുവിനൊരാളെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഷെമിനോട് പറയും, അടുത്ത എപ്പോഴാന്ന് ചോദിക്കും. അപ്പൊ ഷെമി ഇങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ, ഇതാ നിൽക്കണില്ലേ? അപ്പം ബേബി പ്ലാനിങ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഉണ്ട് ഇല്ലാന്നും പറയല്ലേ? ക്ഷമിക്കില്ല, എനിക്കുണ്ട് ബേബി പ്ലാനിങ് ഉണ്ട്. യെസ്. പിന്നെന്താ അടുത്തതോ? യെസ്. നിങ്ങളുടെ വീട് ഷെഫി വാങ്ങിയതാണോ? നോ 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 നോ. ഇവളെ വാപ്പനെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ച് ഞങ്ങൾ ഉണ്ടാക്കിപ്പിച്ച വീടാണ് അത്. ഞങ്ങൾ അവിടെ കയറി വെയിൽ കൊള്ളാണ്ട് താമസിക്കുന്നേ ഉള്ളൂ. ഏതോ ഒരു ഇതുണ്ടാണ്ട്, ഞാൻ കൊള്ളുന്ന തണലുണ്ട് ഉപ്പ കൊണ്ട വെയിലാണോ? എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കേണ്ട വാർത്തകള് ഒരു 2 വരി. തണലിന്റെ ഉപ്പ കൊണ്ട വെയിലാണ്. ഞാൻ ദിവസം എത്ര വട്ടം വിചാരിക്കുന്നുണ്ട്. എന്താ പാട്ടുണ്ടോ? എൻ ഉപ്പ കൊണ്ട വെയില് ഞാൻ കൊള്ളും തണലെന്നോ എന്തോ ഒരു പാട്ടുണ്ട്. വെയിലാണ് ഞാൻ കൊള്ളും തണലില്ല, അതന്നെ ആ സംഭവം. അപ്പം അങ്ങനെയാണ് സംഭവം. പിന്നെ അതാണ്. അപ്പൊ ഞാൻ ആദ്യം അവിടെ ദിവസമായി നിൽക്കുകയാണല്ലോ. അപ്പൊ ഉമ്മക്കും വാശിക്കും ഒന്നും സുഖമില്ലായിരുന്നു, പ്രായമായിരുന്നു. അപ്പോൾ ഒരു വീട് എൻ്റെ പേരിൽ ആക്കി തന്ന് അങ്ങനെ ഒരു മരിച്ചു പോയി. രണ്ടാളും മരിച്ചു ഇവള് ഒറ്റക്കായി. അങ്ങനെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച്. ഓക്കെ, അപ്പൊ വീട് നമ്മൾ ഉണ്ടാക്കിയതാണ്. എല്ലോ ഞാന് പ്ലാനൊക്കെ പറഞ്ഞെടുത്താണ്. ഐഡിയ നമുക്ക് കണ്ടറിയാം. അതല്ല, നമ്മക്കും അറിയാലോ ഐഡിയകള്. സ്ഥലത്തേക്ക് ഞാൻ അങ്ങനെ ഒരു ജാതി സ്ഥലമായിരുന്നു, ഇങ്ങനെ നീളല്ല വീതി ഇല്ലാത്തൊരു സ്ഥലം. ജാതി ഒന്നും പറയല്ലോ, എന്താ ഒരു മോഡൽ സ്ഥലം അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കിയല്ല, വാശിണ്ടായി സ്ഥലവും തന്ന് പൈസയും തന്ന് ഉണ്ടാക്കി എന്റെ പേരിലും തന്നു. പിന്നെ ആർക്കോ ചോദിക്കേണ്ട കമന്റില്, എന്താ പിന്നെ വീട് കണ്ടിട്ടാണോ പൈസ കണ്ടിട്ടാണോ കല്യാണം കഴിച്ചത് നോക്കാം. അത് പൈസ കണ്ട് കല്യാണം കഴിക്കാൻ മാത്രമൊന്നും അങ്ങനൊന്നുമില്ല. അതാരും ഇപ്പൊ പൈസ കണ്ട് കല്യാണം കണ്ട് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്.
ചിലപ്പോ അങ്ങനെ കല്യാണം കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഓരോട് ചോദിച്ചാൽ മതി, ഓരെപ്പോഴോ ഡിവേഴ്സ് ആയിട്ടുണ്ടാവും. അതൊന്നും നടപടിയാണ്, കേസല്ല. പൈസ അത് വേണം, പക്ഷെങ്കിൽ അതിലും കൂടുതൽ വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയാലാണ്, അതാണ് വേണ്ടത്. അതല്ലാണ്ട് പൈസ ഉണ്ടായിട്ട് കാര്യമല്ല. എത്ര ആൾക്കാരുടെ പൈസ ഉണ്ടായിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടല്ല, പൈസ കണ്ടോ നമ്മൾ കെട്ടരുത്. അതെ അതെ അതെ, പൈസ കണ്ട് കെട്ടിയിട്ട് കാര്യമല്ല. പൈസ ഉണ്ടായിട്ട് മീൻസ് പൈസ വേണം നമ്മൾ ഉണ്ടാക്കണം. പൈസ തന്നെ. ഇപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്ന എങ്ങനെയാ അറിയോ, ഹസ്ബൻഡിന്റെ അടുത്ത് നല്ല പണിയുള്ള ഭർത്താക്കന്മാരെ നോക്കി കല്യാണം കഴിപ്പിക്കാൻ, വെക്കൊരു പണി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെക്കന്മാരും ഉണ്ടാവും പണിയില്ല. ഞാൻ പറയട്ടെ, ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ നോക്കിയൊക്കെ പെണ്ണുങ്ങൾ കെട്ട, പക്ഷെ പെണ്ണുങ്ങളിൽ കുറെ ഉണ്ട് നോക്കിയൊന്നും ആണുങ്ങൾ അങ്ങനെ കെട്ടണ പൊട്ടം. അതെന്താ അങ്ങനല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്ത രണ്ട് ടീമിന്റെ അടുത്തും അത്യാവശ്യം ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഇന്റെ അടുത്തും വേണം, ഇന്റെ അടുത്തുണ്ടെങ്കിൽ ഇവിടെ അടുത്തും വേണം. അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മള് വലിയ എന്താ പറയാ, ഏതായാലും ചുരുക്കി പറ പൈസയും പൊന്നും പോരെയൊന്നും കണ്ടല്ല കിട്ടിയ. അത് കണ്ടു കെട്ടാൻ മാത്രമൊന്നും കിട്ടിയില്ല. കിട്ടി, അതൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും അല്ലേ ഷെമേ? ഓക്കെ, വാട്ട് നെക്സ്റ്റ്? ഷെമിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ 2 കാക്കമാരും 2 താത്താമാരും, ഞാൻ ലാസ്റ്റ്. അതെ അതെ, ഒരു കൊലയിൽ ഒന്ന് പേടായ സാധനമാണ് ഈ കിടക്കുന്നത്. ഒന്ന് തളത്തിട്ട് ഞാൻ ചോദ്യത്തിലേക്ക് ഇരുന്നു കേട്ടോ. അതാ സംഭവം. ഞാനല്ലേ പൊട്ടത്തേങ്ങാന്നെങ്ങനെ പറയാ? എന്താ ഓരോരോ കമന്റ് വായിക്കുന്നതാണ്, തള്ള അത്രയും നല്ല ചെക്കൻ അടിച്ചു മാറ്റി തള്ളാന്നൊക്കെ വിളിക്കാം. അന്ന മോളെ വിളിച്ചാ പോരെ? തള്ളാന്ന് വിളിക്കണേനല്ല, പിന്നെന്താ വിളിക്കണോലൊരു നിലവാരം. അത് വേണം എന്നെ പറയുന്നത്. ഞാൻ അല്ല ചെക്കനെന്നൊക്കെ പറയില്ലേ, ആ ഊള ചെക്കനൊക്കെ. അത് ഏത് യൂട്യൂബേഴ്സിനായാലും എങ്ങനെ നല്ലോണം യൂട്യൂബേഴ്സ് എന്നില്ല, ഏത് ഫാമിലി ആയാലും. ഇപ്പൊ നമ്മളുടെ 4 ആൾ കാണുന്നുണ്ട് എന്നേ ഉള്ളൂ. കാണാത്ത ആൾക്കാരായാലും ഇപ്പൊ അയൽവാസി ആയിട്ടുള്ള ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ ഇപ്പത്തുള്ള ആൾക്കാർ അത് നമ്മളുടെ എല്ലാവരും കമന്റിൽ ഇടുമ്പോ എല്ലാവരും കാണും, അത്രേ ഉള്ളൂ. എല്ലാ വ്യക്തികളും, ഈ ലോകത്തേക്ക് വന്ന എല്ലാ വ്യക്തികൾക്കും വേറൊരാൾ ഇങ്ങനെ ബാഡായിട്ട് പറയുന്ന ഒരാളുണ്ടാവും അല്ലേ? ആർക്കും ഉണ്ടാവും അല്ലേ മുബാസെ? ഇഷ്ടം പോലെ. അത് ഈ പറയുന്ന നിങ്ങൾക്കും ഉണ്ടാവും. ഈ കമന്റ് ചെയ്തിരുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങള് ഭയങ്കര ഡീസന്റ് ആണെന്നാ, നിങ്ങളൊന്ന് പുറത്തു പോയി നിങ്ങളെ കാര്യം ഒന്ന് അന്വേഷിച്ച് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഈ എഴുതുന്ന ടൈം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാണ്ടി, നിങ്ങളെ പറ്റി മോശം തന്നെ ആയിരിക്കും പറയാൻ. മറുപടി കൊടുക്കുന്നവരുണ്ട്. അത് വെറുതെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം. നമ്മളോട് എന്തോ പറയാൻ പറഞ്ഞു പോവാൻ പറ്റും. ആ സീനാക്കണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഷെമി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ്. ഷെമി ജീവിതത്തിലേക്ക് വന്ന ശേഷം, ഷെമി ജീവിതത്തിലേക്ക് വന്ന അന്ന് ചേഞ്ച് അല്ലേ ചോദിക്കണേ? അത് എന്താ ചേഞ്ച് പറയാ? ജീവിതം ഒന്നുകൂടിയും എന്താ പറയാ, അത് പറയുമ്പോ വേറെ കാര്യം പറയുന്നത് നല്ലതാ. ഷെമി ജീവിതത്തിലേക്ക് വന്ന ആ സംഭവം ആദ്യ ദിവസം തന്നെ എനിക്ക് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. മൊത്തം തന്നെ എല്ലാ കാര്യം കൊണ്ടും മൊത്തം അടിയിലായി കിടക്കുകയായിരുന്നു, ബിസിനസ് പരമായിട്ടൊക്കെ എല്ലാ സംഭവവും. അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ലൈഫിൽ കല്യാണ സമയത്തൊക്കെ നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചൊന്ന് സഹിച്ച് നിൽക്കുക. അതിന്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇത് രണ്ടുകൂടി ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് കയറി വരും. അപ്പൊ ഷെമി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒന്ന് താന്ന് പക്ഷെ പിന്നെ കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് അങ്ങനെ ആയി വന്നു. അതാണ് ഷെമി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് അല്ലേ? അത് നിങ്ങൾക്കും കാണാൻ പറ്റുമല്ലോ കുറെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിൽ ഇല്ല അല്ലേ ഷെമിയെ? എല്ലാ കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ബ്ലോഗിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അറിയാത്ത ഒന്നുമില്ല. ഇട്ടേക്കണേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എനിക്കുള്ളത്, ഞാൻ ഡാനി ആ സമയത്ത് ഞാനും മുബാസും പോയി. മുബാസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനും ഇതിനും വേണ്ടി ഇങ്ങനെ ഓടുക, ഞാനിങ്ങനെ ചെസ്റ്റിലൊക്കെ ഇത് വെച്ച് ഇങ്ങനെ കിടക്കുക. ഇതൊക്കെ അതിന് സംഭവം.
അപ്പൊ അതാണ്. അപ്പൊ അത് പോകാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ECG ചെറിയൊരു കംപ്ലൈന്റ്. അത് അപ്പൊ ഫസ്റ്റ് ഒരു പറഞ്ഞൊരു സീനും ഇല്ല, ഇനി എന്നെ കണ്ടൊരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ ഒന്ന് ECG എടുത്തു. അപ്പൊ പറഞ്ഞാൽ ഏതായാലും വേണ്ടില്ല, നിങ്ങൾ എടുത്തോളി. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോന്ന് അതൊന്ന് ചെക്ക് ചെയ്താലാന്ന് വിചാരിച്ചിട്ട്. ചെറിയ പ്രശ്നമുണ്ട്. അപ്പോ ചെറിയൊരു പ്രശ്നം അതിൽ കണ്ട്. അപ്പോൾ ഒരു പറഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങൾ കോളേജിലേക്കോ KMCTക്കോ വിട്ടോളി തന്നെ. അപ്പോൾ എന്നാ പിന്നെ ഓക്കെ, എന്നാ പിന്നെ വേഗം വിടാന്ന് ഒരു ഗുളികയും തന്ന്. അപ്പൊ നേരെ വിട്ട. അങ്ങനെ അവിടെ പോയി ഞാൻ വലിയ വലിയ ടെസ്റ്റുകളൊക്കെ ചെയ്ത് വലിയ കംപ്ലൈന്റ്. അത് എവിടുന്ന് എമർജൻസി കാഷ്വാലിറ്റി പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ. അടിച്ചു പൊളിക്കുക. ഞാനാട്ടും കൊണ്ട് മണ്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മണ്ടന്നെ ഫയലാടെ കൊണ്ട് കൊടുക്കണ OP ടിക്കറ്റ് ഇപ്പുറത്ത് നിൽക്കുന്നത് പാച്ചില്. നമ്മള് കൊടുവള്ളി ഭാഷ അവൾക്ക് മനസ്സിലാവും. മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതായിരുന്നു സംഭവം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചും കുറെ കംപ്ലൈന്റുകളൊക്കെ പ്രതീക്ഷിച്ചേനും. അങ്ങനെയൊക്കെ പറയും ഡോക്ടർമാരും പറഞ്ഞത്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഫൈനലി ഒന്നുമില്ല, ക്ലിയർ ആയി, കുഴപ്പമില്ല. അടുത്തെന്താ? നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം വന്ന് സോറി പറയൽ ആരാണ്? ആദ്യം വന്ന് സോറി പറയല് പിന്നെ അതേ ഉള്ളൂ. വഴക്ക് ഇതാക്കണ. ഇപ്പൊ വീഡിയോ എടുക്കുന്നതിന് മുമ്പും വഴക്കുകൾ അങ്ങനെ പൊതുവേ നമ്മള് എന്താ പറയാ, രാവിലെ ഫുഡ് കഴിക്കുക, ഉച്ചക്ക് ഫുഡ് കഴിക്കുക, രാത്രി ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അതില്ലാണ്ട് ഒരു വൈബില്ല അല്ലേ, ഒരു എനർജി വേണ്ടേ? വഴക്കിടുമ്പോ കാണാൻ ഒരു രസമല്ലേ. പക്ഷെ വലിയ രസമൊന്നുമില്ല കേട്ടോ വഴക്കിടുന്ന സമയത്ത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാതെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന വഴക്കാണ്. അപ്പം അതില് സോറി പറയാ ഞാനാണ്. സോറി അറിയാ ക്ഷമി. ഞാനാ മിണ്ടലും സോറി പറയലും ഞാൻ തന്നെ. അതിന്റെ റിയാലിറ്റി വീഡിയോ റീൽ ഇട്ടിക്കണല്ലോ. അതിന്റെ റിയാലിറ്റി വീഡിയോ റീൽ ഇട്ടിക്കണല്ലോ. കൊറേ റിയാലിറ്റി വേറെ കാര്യന്റെ നമ്മൾ ഇട്ടുന്ന റീൽസ് എല്ലാം റിയാലിറ്റി ഉള്ളതല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളായിരിക്കും, ചിലത് നമ്മളൊരു ഭംഗിയായിട്ട് അതെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് നല്ല ഭംഗിയിൽ ഒരു റീല് ചെയ്യും. അങ്ങനെയൊക്കെ റീലിന്റെ കാര്യമുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ ഏത് റീൽ എടുത്ത് നോക്കിയാലും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ബാഡ് കമന്റ് വന്നിട്ട് ഷെബി പറയണ്ട് എന്നോട്, ഇതൊക്കെ നമ്മൾ ചെയ്യാന്, പക്ഷെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റൂലല്ലോ, എനിക്ക് എന്തോ ഒരു ജാതി അങ്ങനെ ബാഡ് കമന്റ് പറയുമ്പോ നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ എല്ലാരും അങ്ങനെ റിയൽ ലൈഫ് ആയിട്ട് പറഞ്ഞാൽ അങ്ങനാണല്ലേ, നിങ്ങൾ അങ്ങനാലേ കെട്ടി, നിങ്ങൾ അങ്ങനാലേ ഇതൊക്കെ പറയാ. പറയുന്നതിനല്ല, എന്താ പറയാ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കേൾക്കുമ്പോ ഒരു വിഷമാണല്ലോ. ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് വേറെ ഞങ്ങളെ കുടുംബക്കാരുണ്ടായല്ലോ, അവർക്കൊക്കെ അത് കേൾക്കുമ്പോ ഒരു വിഷമായും കൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കാന്ന്. അതല്ല സൗണ്ട് ഉണ്ടോ നമ്മൾ പറയുന്നതിനൊക്കെ? സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. എന്തായാലും നമ്മളിപ്പോ ചോദിച്ച ചോദ്യം സോറി പറയൽ ഞാനാണ്. ഷെമി സോറി പറയൂല. ഷെമി ഇതുവരെ പറയുന്നതായിട്ട് എനിക്ക് അറിവില്ല. അവള് സോറി പറയാൻ പഠിക്കണം, അത് ശരിയാ, അത് ലൈഫിൽ വേണ്ടിയ കാര്യം. സോറി പറയാണ്ട് ഷെമി, തെറ്റ് എന്റെ ഭാഗത്തുണ്ടായാലും ഇതുവരെ ഉള്ള ഭാഗത്ത് തന്നെ തെറ്റ്, പക്ഷെ ഞാൻ സോറി പറഞ്ഞിട്ടല്ലേ. പിന്നെ ഡ്രീം ടൂറിസ്റ്റ് പ്ലേസ്. ഡ്രീം ടൂറിസ്റ്റ് പ്ലേസ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒന്നും അങ്ങനെ ട്രിപ്പ് പോകാനൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാരാ പോവാൻ ആഗ്രഹം. അതായത് ഈ ബ്രോസ്റ്റിന്റെ ഒക്കെ ടേസ്റ്റ് അറിയുമ്പോ അല്ലേ നമുക്ക് ബ്രോസ്റ്റ് കഴിക്കാനുള്ള ആഗ്രഹം വരും. അല്ലാണ്ട് ഇപ്പൊ ബ്രോസ്റ്റ് എന്താ അറിയാത്ത ഒരാളെടുത്ത് പോയിട്ട് നല്ല അടിപൊളി ബ്രോസ്റ്റ് ചെയ്യാൻ, അതല്ലേ അടിപൊളി അൽഫാം അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഓൾക്ക് എന്ത് ബ്രോസ്റ്റ്, എന്ത് അൽഫാം, എന്തോ കടിക്കണമെന്നൊക്കെ വിചാരിക്കുക. അത് കഴിച്ചാലാണല്ലോ പിന്നെ ഒന്നുകൂടി കഴിക്കാൻ അങ്ങനെ തോന്നുക. അപ്പൊ അത് പോണമാണ്. ഇപ്പൊ ഒരുപാട് സ്ഥലത്തേക്ക് ടൂർ പോകാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം എന്താ പറയാ, വേൾഡ് മൊത്തം കറങ്ങാൻ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ ട്രിപ്പ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലേസ് ആയിട്ട് പറയുകയാണെങ്കിൽ മാലദ്വീപ്, പിന്നെ ബാലി അവിടെ, പിന്നെ അഫ്ഗാനിസ്ഥാനോ ബാഹു എനിക്കറിയില്ല. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ദുബായ് നമ്മള് പ്രശ്നമല്ല, നമ്മൾ പോയതാ. പിന്നെ മറ്റേ ഇവിടെ മദീനത്ത് പോകാനും അടിപൊളിയായിട്ടോ. മദീനത്ത് അടിപൊളി. ഇനി പോയില്ലല്ലോ? ഇനി പോയില്ലല്ലോ? ഇനി ഒലക്കെ പോയി. ഇനി കൊടുവള്ളിന്ന് അങ്ങോട്ട് പോയില്ല. ഞാനാണ് കൊടുവള്ളി നരകസഭ വിട്ടുപോയില്ല. ഇവിടെ കൊടുവള്ളി മൊത്തം കാണിച്ചു കൊടുക്കണേ ഞാനാ. അപ്പഴാ ടൂറ്.
കൊടുവള്ളി മൊത്തം ഞാൻ നടന്ന് കണ്ടോളാം. ഇപ്പൊ പക്ഷെ എനിക്ക് കൊടുവള്ളി ഒന്ന് ഒരു അറിയാണ്ടായിരിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ട് അല്ലേ, എന്തൊക്കെ മാറ്റം വന്നിട്ട് ഗുളി കുടിച്ചിട്ടായിരിക്കും അല്ലാണ്ട്. അല്ല അപ്പൊ അവള് പുറത്തൊക്കെ അങ്ങനെ നടന്നു പോയല്ലോ. ഫുൾ ടൈം ഞാനിങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക അങ്ങോട്ടൊക്കെ അങ്ങനെയാണല്ലോ. ആദ്യം ഫുള്ള് നടത്തായിരുന്നു ഒരു അരിയും ചാക്കൊക്കെ പിടിച്ചിട്ട്. ആ സീനറി ഞാനാ വല്ല തുണി കൊടുത്തു. അതല്ല എന്റെ അതിലേക്ക് ടോപ്പായി ഞാൻ തുണിയെ കൊടുത്തു. ഷെഫിന്റെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പുള്ളിത്തുണി. അതിട്ട് അങ്ങനത്തെ പുള്ളിത്തുണി പണ്ടത്തെ അമ്മച്ചാര് എടുക്കണത് ഒരു ബ്ലൂ ടീഷർട്ട് അല്ല അവാക്കർ ചെരുപ്പു. അതേതറിയോ ഏതോ ഒരു കല്യാണത്തിന് പിന്നെ കൊടുത്തതായിരുന്നു. അത് ഇവിടെ റിയാസിന്റെ ആ കല്യാണത്തിന് എല്ലാവർക്കും ഉണ്ട് ആ ബ്ലൂ ടീഷർട്ട്. ഞാൻ ഓക്കെ അപ്പൊ അതങ്ങനെ. പിന്നെ അടുത്ത ചോദ്യം, കോഴിക്കോട് എവിടെയാണെന്ന് പറയുമോ? കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് കൊടുവള്ളിയില് ടൗണിൽ തന്നെയാണ് നമ്മളെ വീട് വരുന്നത്. ടൗണില് കൊടുവള്ളി ടൗണിൽ വന്നു കഴിഞ്ഞാൽ ടി ടി ഫാമിലിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ആൾക്കാരൊക്കെ പറയും REC റോഡിന് കുറച്ചിങ്ങോട്ട് ഇറങ്ങുക, അധികം ഇറങ്ങണ്ട. REC റോഡ് സ്റ്റാർട്ടിങ് ഒരു 900 മീറ്റർ അത്രയൊക്കെ ഉണ്ടാവും. കൊടുവള്ളി ടൗണിന് REC റോഡിലേക്ക് ഇറങ്ങുക. അവിടുന്ന് ആരോടെങ്കിലും ചോദിച്ചാല് ടി ടി ഫാമിലിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാല് പറഞ്ഞു തരാൻ ചാൻസ് കൂടുതലാണ്. കുറെ ആൾക്കൊക്കെ അറിയാലോ, അപ്പൊ അങ്ങനെ പറഞ്ഞു തരുമായിരിക്കും. പിന്നെന്താ, ഐഷുവിന്റെ ഏജ് ബർത്ത്ഡേ എന്നാണ്? ഐഷുവിന് 2 വയസ്സ്, ഒക്ടോബർ 20 ബർത്ത്ഡേ. ഓക്കെ, അടുത്ത ചോദ്യം, മാരേജ് സ്റ്റോറി പറയുമോ? ഷെമിത്താന്റെ പ്രഗ്നൻസി ടൈമുള്ള സ്റ്റോറി അല്ലേ? യെസ്. ഷെമിത്താന്റെ മക്കളെ കുറിച്ച് പറയുമോ?